എത്രയോ കേസുകളിൽ ഈ സമൺസ് വന്നതിന് ശേഷം ED കേസുകളിൽ സമൺസ് വന്നതിന് ശേഷം പല കേസുകളും ഡ്രോപ്പായി പോയിട്ടുണ്ട്. ഇവർക്ക് എതിരെ അലജ് ചെയ്യുന്ന സെറ്റിൽമെൻ്റ് അല്ലാട്ടോ ഞാൻ പറയുന്നത്, അല്ലാതെ വരുന്ന ഇൻവെസ്റ്റിഗേഷൻ നടന്നതിന് ശേഷം പല കേസുകളിലും വരുന്നുണ്ട്. ഇതിന് മെയിനായിട്ട് വേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് നടന്നിട്ടുണ്ടാവണം. ഈ PMLA മണി ലോണ്ടറിങ് അല്ലാതെ മെയിനായിട്ടൊരു ഒഫൻസ് നടന്നിട്ടുണ്ടാവണം. ആ ഒഫൻസ് നിലനിൽക്കുന്നത് കമ്മിറ്റ് ചെയ്തേക്കണ 2002 ശേഷമാണെന്നുണ്ടെങ്കിലാണ് നിൽക്കുള്ളൂ എന്നുള്ളതാണ് ഒരു വാദം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നിയമപ്രശ്നങ്ങളിൽ നിൽക്കുകയാണ്. ഇപ്പോൾ അനിൽ പറയുകയും ചെയ്തല്ലോ, പലർക്കും ആ സമൻസ് പിന്നീട് പ്രൊസീഡ് ചെയ്തിട്ടില്ല. നമുക്ക് അന്വേഷണത്തിൽ, അല്ലെങ്കിൽ എനിക്ക് ഇത് കേസിൻ്റെ പുറകെ ഞാൻ നടക്കുന്നില്ല, ഈ അന്വേഷണത്തിൽ മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരയച്ചിരിക്കുന്നത് ലാവലിൻ കേസായിട്ടുള്ള ECRൽ മാത്രമാണ് സമൻസ് അയച്ചിരിക്കുന്നത്. ഇനി സമൻസിൻ്റെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമൻസ് എപ്പോൾ വേണമെങ്കിലും വരാം, എപ്പോൾ വേണമെങ്കിലും സ്പ്രൗട്ട് ചെയ്ത് വരാം. ഒരു സമൻസ് ഒരു ഡേറ്റിൽ നിങ്ങൾ ഇന്ന ദിവസം ഹാജരാവൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലയൻസിനാണെങ്കിൽ പോലും പലപ്പോഴും വരുന്ന ഒരു ഡേറ്റിന് ഹാജരാവാൻ വേണ്ടി സമൻസ് ഇഷ്യൂ ചെയ്തിട്ട് ആ സമൻസ് ഫ്രക്ടിഫൈ ചെയ്യാതെ അന്ന് നമ്മൾ ഹാജരാവാതെ വന്നു കഴിഞ്ഞാൽ വീണ്ടും സമൻസ് ഇഷ്യൂ ചെയ്യും. ഈ കേസിൽ അവരുടെ ഇൻ്റലിജൻസ്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിൻ്റെ അല്ലെങ്കിൽ ഡയറക്ടറിൻ്റെയോ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറിൻ്റെയോ ഇൻ്റലിജൻസ് ഇനി അയാൾക്ക് സമൻസ് ഇഷ്യൂ ചെയ്യണം എന്നില്ല എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹൂവർ ഇറ്റ് ഈസ്, ആരെങ്കിലും ആവട്ടെ, എന്നെ സംബന്ധിച്ചോളം ഇവർ അക്യൂസ്ഡ് അല്ലെങ്കിൽ വിറ്റ്നസ് എന്നുള്ള നിലയ്ക്ക് ED കേസിലേക്ക് ഡിഫെൻഡ് ചെയ്യപ്പെടുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് ആ റൈറ്റ്സ് ഉണ്ട്, അദ്ദേഹം ടേക്ക് അപ്പ് ചെയ്യേണ്ട കണ്ടൻഷൻസും ഉണ്ട്. ഇനി വരുന്ന അലിഗേഷൻ എന്താണ്? ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ആ കേസിൽ പ്രതിയായിരുന്നു, അതുകൊണ്ടിട്ട് അദ്ദേഹത്തിനെതിരെ കേസ് വരണമെന്നല്ലേ? അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ഇന്നത്തെ ചീഫ് മിനിസ്റ്ററിൻ്റെ അവസ്ഥ എന്താണ്? ഹീസ് നോട്ട് ഈവൻ ആൻ അക്യൂസ് ടുഡേ. അത് ഡിസ്ചാർജായി പോയി. എന്തൊക്കെ അലിഗേഷൻ ഉണ്ടെങ്കിലും, എന്താണ് അത് ജഡ്ജ്മെൻറ്റ് കറക്റ്റ് ആണോ അല്ലയോ എന്നുണ്ടെങ്കിൽ പോലും ദാറ്റ് ഈസ് പെൻഡിങ് ബിഫോർ ദി സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ട് ഈസ് യെറ്റ് ടു ഡിസൈഡ്. ആ ഡിസിഷൻ എന്ന് വരാനാണ്? ആ ഡിസിഷൻ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി. ഇപ്പോൾ അങ്ങ് പറയുകയുണ്ടായി ഈ PMLAയുമായി ബന്ധപ്പെട്ടൊരു സാങ്കേതിക പ്രശ്നമുണ്ട്, അതായിരിക്കാം ഒരു പക്ഷേ ഈ ED സമൻസുമായി പിന്നീട് മുന്നോട്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ പോകാതിരുന്നത് എന്ന്. ഒരു വാദത്തിൻ്റെ അംഗീകരിച്ചാലും CBI ഉണ്ടല്ലോ, CBIയുമായി ബന്ധപ്പെട്ടതിൻ്റെ മുന്നോട്ടുള്ള നീക്കങ്ങളും ഇതുപോലെ തന്നെ ഒരു അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ EDക്ക് വേണമെങ്കിൽ ഒരു അങ്ങിപ്പോൾ ചൂണ്ടിക്കാട്ടുന്ന നിയമപരമായ ഒരു പ്രതിസന്ധി ഉണ്ട് എന്ന് പറഞ്ഞാലും CBIയെ സംബന്ധിച്ച് ആ വാദം നിലനിൽക്കുന്നില്ല. അങ്ങ് സുപ്രീം കോടതിയിലും പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനാണല്ലോ, അങ്ങേക്കറിയാമല്ലോ. ഏറ്റവും ഒടുവിൽ എൻ്റെ മനസ്സിലാക്കൽ ശരിയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങ് തിരുത്തുക, 2024 മെയ് 3 സുപ്രീം കോടതി ഏറ്റവും ഒടുവിൽ ലാവ്ലിൻ കേസ് പരിഗണിക്കാൻ ലിസ്റ്റ് ചെയ്യുന്നത്. 40ാമത്തെ തവണ മാറ്റിവെക്കുന്നു. 40ാമത്തെ തവണ. അസാധാരണമാണ്. എത്രമാത്രം വൈകിയാണ് ഇവർ അപ്പീലിലേക്ക് പോയത് എന്നതും നമുക്കറിയുന്നതാണ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അങ്ങിപ്പോൾ പറയുകയാണ് ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നു, പിണറായി വിജയൻ അതിൽ ഇല്ല, പ്രതിസ്ഥാനത്തില്ല. ഇതൊക്കെ പറയുമ്പോഴും പിണറായി വിജയൻ പ്രതിസ്ഥാനത്തല്ലാത്തൊരു കാര്യത്തിൽ പോലും 40 തവണ മാറ്റിവെക്കുന്ന സാഹചര്യം CBIയും കൂടെ ചേർന്നുണ്ടാക്കുന്നു. അതിനുള്ള ന്യായമോ? അല്ല, ഇത് CBIയുടെ കേസിൻ്റെ കൂടെ തന്നെ അക്യൂസ്ഡിൻ്റെ കേസുകളും ഉണ്ട്. അത് നമുക്ക് മനസ്സിലാക്കണം. അക്യൂസ്ഡ് ഡിസ്ചാർജ് ചെയ്യപ്പെടാത്ത അക്യൂസ്ഡ് ഉണ്ട്, അവരുടെ കേസുകളും അവിടെ പെൻഡിങ് ഉണ്ട്. ആ പെൻഡിങ്ങിൽ ട്രയൽ സ്റ്റേ ചെയ്ത് നിൽക്കുകയാണ്. അത് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു ബെയിൽ ക്യാൻസലേഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്ചാർജ് ചെയ്ത കേസ് പെട്ടെന്ന് കേൾക്കണമെന്ന് ഒരു അക്യൂസ്ഡും പറയില്ല.